ഏറ്റവും കുറവ് സ്ത്രീ പീഡനം നടക്കുന്ന ഒരാൾക്കാണ്. ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണ് പോകാൻ ധൈര്യപ്പെട്ട് പറഞ്ഞാൽ 4 വർഷം എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. ഈ പവർ ഗ്രൂപ്പ് എന്ന പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. BBC-യുടെ ഒരു പ്രതിനിധി എന്നെ വിളിച്ചിരുന്നു. അവർക്കൊരു ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ BBC വരെ ഇത് പ്രശ്നമാക്കിയിരിക്കുകയാണ്. അത് വളരെ നല്ല പ്രശസ്തി ഉണ്ടായിരുന്ന മലയാള സിനിമ വ്യവസായ രംഗം അല്ലെങ്കിൽ മലയാള സിനിമയിലെ അഭിനയ രംഗം ഇങ്ങനെ വിസ്മരിക്കൊക്കെ കാരണം എന്താണ് എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ എനിക്ക് തൽക്കാലം ഞാൻ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ തിരക്കിലായിരുന്നപ്പോൾ. അപ്പം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ. എന്നെക്കുറിച്ച് ഞാൻ മലയാള സിനിമയിൽ ഗാനരചയിതാവായി പ്രവേശിച്ചിട്ട് 58 കൊല്ലം കഴിഞ്ഞു. ഞാൻ സംവിധായകനും നിർമ്മാതാവുമായിട്ട് 50 വർഷം കഴിഞ്ഞു. അപ്പം ഇത്രയും കാലം ഞാൻ മലയാള സിനിമയെ സ്നേഹിച്ചതുകൊണ്ട്, മലയാള സിനിമയിൽ നിന്നതുകൊണ്ട് ആധികാരികമായി തന്നെ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അറിവുമുണ്ട്. കന്നഡത്തിൽ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകളെ പ്രതിനിധീകരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ കോൺഗ്രസ് എന്ന ട്രേഡ് കൂടിയിൽ 15 വർഷക്കാലം ഞാൻ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതായത് 35ാമത്തെ വയസ്സ് മുതൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ കോൺഗ്രസിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലെ പ്രത്യേകതകളും എനിക്കറിയാം. ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് ഈ മലയാള സിനിമയെ താറടിച്ച് കാണിക്കുമ്പോൾ ഏറ്റവും കുറവ് സ്ത്രീ പീഡനം നടക്കുന്ന മലയാളത്തിലാണ്. മറ്റ് 3 തെന്നിന്ത്യൻ ഭാഷകളിൽ നടക്കുന്നത്ര തെറ്റുകൾ, സ്ത്രീ പീഡനങ്ങൾ മലയാളത്തിൽ നടക്കുന്നില്ല. ഇതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമ ദുഷിച്ചുപോയി അവിടെ സ്ത്രീ പീഡനം നടക്കുകയാണ് എന്ന പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പവർ ഗ്രൂപ്പ് എന്ന പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ മലയാള സിനിമയിൽ താരാധിപത്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രേംനസീർ, സത്യൻ, മധു എന്നീ 3 നായകന്മാർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രവേശനം ഞാൻ പ്രവേശിക്കുന്ന കാലത്ത് പ്രേംനസീർ, സത്യൻ, മധു ഈ 3 നായകന്മാരേ ഉള്ളൂ. അത് കഴിഞ്ഞ് രാഘവൻ, വിൻസെൻ്റ്, സുധീർ തുടങ്ങിയവർ പ്രവേശിച്ചു. ഞാൻ കയറി കഴിഞ്ഞാൽ നിർമ്മാതാവായി കഴിഞ്ഞവരൊക്കെ വന്നത്. അപ്പം ഈ 3 പേരാണ്. അന്ന് ഇവിടെ കാസ്റ്റിംഗ് കൗച്ചെന്നും പവർ ഗ്രൂപ്പൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പ്രേംനസീറും സത്യനും ഒരുമിച്ച് പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാർക്കും യാതൊരു എതിർപ്പുമില്ലായിരുന്നു. സത്യൻ്റെ ഭാഗം കൂടിപ്പോയിന്ന് പ്രേംനസീർ പരാതി പറയില്ല, പ്രേംനസീറിൻ്റെ ഭാഗം കൂടിപ്പോയിന്ന് സത്യൻ പരാതി പറയില്ല. അവർ ഒരുമിച്ച് അഭിനയിക്കുമായിരുന്നു മിക്കവാറും പടങ്ങളിൽ. സൂപ്പർ സ്റ്റാർ പ്രേംനസീർ, മെഗാസ്റ്റാർ സത്യൻ അങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നു. ഈ വിളികൾ വന്നത് മമ്മൂട്ടി, മോഹൻലാലും വന്നതിന് ശേഷമാണ്. എന്താണ് മലയാള സിനിമയിൽ ഉണ്ടായ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിൽ എനിക്ക് അറിയില്ല, എനിക്കറിയാത്തതായിരിക്കും. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലം ഒരു ദേവാലയം പോലെ സൂക്ഷിച്ചാണ് ഞാൻ. അതുകൊണ്ട് ഇതിന് അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്താ കാസ്റ്റിംഗ് കൗച്ചത്. അങ്ങനെ അത്ര അച്ചടക്കം പാലിച്ചതുകൊണ്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കാത്തവരുണ്ട്. അത്ര അച്ചടക്കം അവർ ഇഷ്ടപ്പെടുന്നില്ല. ആ അച്ചടക്കം ഞാൻ നിർണ്ണയിക്കുന്ന അച്ചടക്കത്തിൽ ഒതുങ്ങി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കാശി തരാത്തവരുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പവർ ഗ്രൂപ്പ് എന്ന് പേര് എനിക്കറിയില്ല. പക്ഷേ 90-കൾക്ക് മുമ്പുള്ള മലയാള സിനിമ അല്ല 90-ക്ക് ശേഷം വന്ന മലയാള സിനിമ. ഈ പുരുഷ മേധാവിത്വം വന്നത് 90-ക്ക് ശേഷമാണ്. താരാധിപത്യം വന്നത് 90-ക്ക് ശേഷമാണ്. ഞാൻ നിർമ്മാതാവാകുന്ന കാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരുമാണ് ഞങ്ങളുടെ സിനിമയിൽ ആരഭിനയിക്കണം തീരുമാനിച്ചത്. കഥ എന്താണോ തീരുമാനിച്ചത് ഞങ്ങളാണ്. പക്ഷേ 90-ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരു ചെറിയ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയും സൂപ്പർ താരം, മെഗാതാരം എന്നൊക്കെ സ്വയം പേരുകൾ സ്വീകരിച്ച് നിന്ന കാലത്ത് കഥ മാറി. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംവിധാനം ചെയ്യേണ്ട ആരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങളുടെ നടികടന്മാരെ തിരഞ്ഞെടുത്തു. പക്ഷെ ഇവർ
താരങ്ങളായപ്പോൾ അവരെ ആര് സംസാരിച്ചത് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് താരമേധാവിത്വം വന്നത്. അതിനെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അപ്പം ഇന്നിപ്പോൾ ഈ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കാലം മാറി. അതുകൊണ്ട് പവർ ഗ്രൂപ്പ് തകർന്നു എന്ന് പറയാം. അപ്പോൾ പവർ ഗ്രൂപ്പ് തകർന്നതുകൊണ്ടാണ് മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയത്. മോഹൻലാലിൻ്റെ ഏറെക്കുറെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പവർ ഗ്രൂപ്പ് തുടങ്ങുന്നതെന്ന് ഇവർ സിനിമ നിർമ്മിക്കാനും അവർ പഴയ നിർമ്മാതാക്കളെ മുഴുവനും പുറത്താക്കി. ഈ താരമേധാവിത്വം വളരെ ശക്തമായപ്പോൾ മാറ്റാൻ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സംവിധായകൻ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ആ സംവിധായകൻ്റെ, അതായത് സംവിധായകൻ്റെ പടത്തിൽ അഭിനയിച്ച പൃഥ്വിരാജിനെ അമ്മ വിലക്കി ഒരു വർഷം. അപ്പം അമ്മ തുടക്കത്തിൽ ചില അനീതികൾ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കണം. എന്ന് മാത്രമല്ല, അമ്മയിലെ ശക്തരായ നടന്മാർ നടികളും മറ്റു കാര്യമില്ല, നടന്മാർ മാറ്റയെ തളർത്താൻ തീരുമാനിക്കുകയും അങ്ങനെ മാറ്റ പിളർന്ന് ഫെഫ്ക ഉണ്ടാവുകയും ചെയ്തു. ഫെഫ്ക ശരിക്കും പറഞ്ഞാൽ അമ്മയിലെ നേതാക്കളെ സൃഷ്ടിച്ചതാണ്. ഞങ്ങൾ നേരത്തെ മാറ്റം സൃഷ്ടിച്ചതാണ്. ടെക്നീഷ്യൻ അസോസിയേഷൻ അപ്പോഴേ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണനെതിരെ ആരോപണം എന്നതിന് കാരണം ഉണ്ണികൃഷ്ണൻ അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അമ്മ ആവശ്യമാണ്, അമ്മ എന്ന സംഘടന ആവശ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ പ്രധാന നമ്മുടെ നടന്മാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഴുവനും ജൂനിയർ ആർട്ടിസ്റ്റാണ്. എന്തുകൊണ്ട് ഒരു പ്രധാന നടി ആരോപണം ഉന്നയിച്ചില്ല? ഞാനൊക്കെ സിനിമ വരുന്ന കാലത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനത്തിന് മുമ്പിൽ പോകാൻ പറ്റില്ല, അവരറിയില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ എന്ന ഒരു തസ്തികയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ പ്രധാന നടികന്മാരെ സംവിധാനം തീരുമാനിക്കും. ചെറിയ വേഷം കിട്ടുന്നവരെ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ കൊണ്ടുവരും. അത് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് സംവിധാനം കാണുന്നത് സെറ്റിലാണ്, അതിന് പകരം കാണുകയില്ല. ജൂനിയർ ആർട്ടിസ്റ്റിനും കാസ്റ്റിംഗ് വെച്ചിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതിപ്പോൾ പിന്നെ ഒരാൾക്കെതിരെ ആരോ ഉന്നയിച്ചു മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടു പറഞ്ഞു, ഈ കുട്ടി ഈ സ്ത്രീ എന്തിന് മസ്കറ്റ് ഹോട്ടലിൽ പോയി? അത് പഴയ പ്ലേസ് അല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു പെണ്ണ് പോകാൻ ധൈര്യപ്പെട്ടു പറഞ്ഞാൽ നമ്മൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് കുറച്ച് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും നടി പരാതി പറയുന്നുണ്ടോ? ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തില്ല, തെറ്റാണ്. സിദ്ദിഖ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. മുകേഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. അവരെ രക്ഷിക്കാമെന്നല്ല ഞാൻ വന്നിരിക്കുന്നു. പക്ഷേ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേരിൽ മലയാള സിനിമയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. WCC രൂപവത്കരിച്ച അതിൻ്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. WCC ഞാൻ സപ്പോർട്ട് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ്. WCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടാണ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നടികൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെൻറ്റാണ്. അത് നമ്മൾ അഭിനന്ദിക്കണം. മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കണം, അന്നത്തെ സാംസ്കാരിക മന്ത്രിയെ അഭിനന്ദിക്കണം. പിന്നെ ആ റിപ്പോർട്ട് വന്ന് 4.5 വർഷം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ ഉത്തരം പറയേണ്ടത്. പുറത്തെടുക്കേണ്ടതായിരുന്നു, വൈകിപ്പോയി എന്നാണ് എന്നാ പറയാൻ. 4.5 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ്. അത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള അവർക്കറിയാം, എനിക്കറിയില്ല. അതിലെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്നാണ് എന്നാ പറയാൻ. അപ്പോൾ ഒരു അതിജീവിത ഒരു നടി അവരന്ന് പിന്നെ പോലീസ് പരാതി പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർ അപമാനിക്കപ്പെട്ടതിന് ശേഷം അവർ നേരെ നടൻ ലാലിൻ്റെ വീട്ടിൽ വന്നു. അവിടെ MP മിസ്റ്റർ തോമസ് വന്നു. ആ തോമസിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ആ നടി പരാതി കൊടുത്തത്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാ നടികൾക്കും അതിൻ്റെ അവസരം കിട്ടണമെന്നില്ല, പരാതി പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം, ഇപ്പോൾ ശാരദ രഘുപതി എല്ലാവരും കൂടെ കയറി യൂട്യൂബിൽ അവർ എഴുതിയിട്ടുണ്ട്. ശാരദ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്. അതായത് പണ്ടുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ കൂട്ടത്തില് മീഡിയയില്ലേ? നിഷേധിക്കാൻ മീഡിയയിലില്ലേ? ചാനലുകളിൽ നടക്കുന്നില്ലേ? അപ്പം അതൊന്നും പുറത്തു വരില്ല. കാരണം നിങ്ങൾ പുറത്ത് വരുത്തുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങളിലുള്ള സംഭവം പുറത്തു വരത്തില്ല. സിനിമ കൂടുതൽ ജനപിന്തുണയുള്ള കലാവേദി ആയതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ള സത്യം.